ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഇത് മലേഷ്യൻ വ്ളോഗിൻ്റെ തേർഡ് പാർട്ടിൻ്റെ ബാക്കിയാണ് കേട്ടോ. അന്ന് വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. തേർഡ് ഡേ അതിൻ്റെ ബാലൻസ് ആണ്. അന്ന് ഞങ്ങൾ നേരെ പോയി, ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചൈനീസ് ടെമ്പിളിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ടെമ്പിളിൽ നമ്മൾ മുകളിലേക്ക് കയറി പോകണം. സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോഴാണ് ടെമ്പിൾ ഉള്ളത്. ഇവിടെ ഇങ്ങനെ വരുന്നവർക്ക് വിശ്രമിക്കാനായിട്ട് ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാലും നല്ലൊരു മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു ടെമ്പിളാണ് ഇത്. അതിനോട് ചേർന്ന് ഒരു കല്യാണ മണ്ഡപമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ വേറൊരു ടെമ്പിൾ അതുപോലെ കണ്ടു. അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം ഞങ്ങൾ ചൈനീസ് മാർക്കറ്റിലേക്ക് പോയിട്ടോ. അവിടെ നല്ല രീതിയിൽ പാർക്കിംഗ് ചെയ്യാൻ അറിയുന്നവർക്ക് സാധനമൊക്കെ വാങ്ങാം. അവർ നമ്മളോട് ഇങ്ങനെ ഫോറിനേഴ്സാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വില കൂട്ടിയാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഭാഷ അറിയാവുന്നവർക്കും ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവർക്കും പ്രൊഡക്റ്റുകൾ നല്ല വില കുറച്ച് വാങ്ങാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു 6-6:30 ആയപ്പോൾ വന്ന് ഞങ്ങൾ റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഒരു 8 മണി ഒക്കെ ആയപ്പം ടിൻ ടവർ കാണാൻ വേണ്ടി പോയേ. പകൽ ഞങ്ങൾ ടിൻ ടവർ കാണാൻ പോയിരുന്നു. ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തിരുന്നു. അതെനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ നൈറ്റ് ഞങ്ങൾ പിന്നെ വീണ്ടും പോയി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ കുറച്ചെടുത്തു, വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ടൈമിൽ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ
ഇഷ്ടം മാതിരി വരുന്നുണ്ട്. അങ്ങനെ വ്യൂ അവിടെ കണ്ടോ, ആ തിരക്ക് കണ്ടോ? അതൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ ടിൻ ടവറിൻ്റെ കീഴിൽ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വരുന്നവരാ. അവിടെ ഫോട്ടോസ് എടുത്ത് തരാൻ വേണ്ടി നമുക്ക് ആൾക്കാരുണ്ട്. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പം കയറിയപ്പോൾ ചുമ്മാ എടുത്ത കേട്ടോ. അവിടെ എല്ലാ ഹോട്ടലിലും ഇത് കണ്ടോ, ടേബിളിലെല്ലാം ഇതുപോലെ കരിക്ക് ഒരെണ്ണം വെച്ചേക്കും. നമുക്ക് ആവശ്യമുണ്ട് എടുത്ത് കുടിക്കാം, അല്ലെ വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഹോട്ടലിലും ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഞാൻ അവിടുന്ന് ചായ മാത്രമേ ഞാൻ കുടിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു സമോസയും കഴിച്ചു. ഞാൻ പിന്നെ ഫുഡ് പാക്ക് ചെയ്ത് വാങ്ങിച്ചു. എയർപോർട്ടിൽ കയറുന്നതിന് മുന്നേ കഴിക്കാം വിശന്നെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തു. ഞങ്ങൾക്ക് 5 മണിക്കായിരുന്നു എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയായിരുന്നു കേട്ടോ. ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂം ചെക്ക് ഔട്ട് ചെയ്തു. ഇതായിരുന്നു ഞങ്ങളുടെ ഗൈഡ് കേട്ടോ. നല്ലൊരു ചേട്ടനായിരുന്നു, നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു തരികയും കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഞങ്ങളതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങി. കാരണം ഒരു 1.5 മണിക്കൂർ ഞങ്ങളുടെ റൂമിൽ നിന്ന് എയർപോർട്ടിലേക്ക് യാത്രയുണ്ട്. അപ്പം വൈകുന്നേരം സമയമാണ്, എന്തെങ്കിലും ബ്ലോക്ക് ആയിപ്പോയി നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവും. അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ രാവിലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുറ്റുഭാഗമൊക്കെ കറങ്ങാൻ പോയി. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ഹറിബറി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിനോട് ചേർന്നൊരു മാളുണ്ട്. അവിടെ ഞങ്ങൾ കുറച്ച് നേരം കറങ്ങിയിട്ടാണ് കേട്ടോ എയർപോർട്ടിനുള്ളിലേക്ക് കയറിയത്. കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു ഞങ്ങൾ അകത്തേക്ക് കയറി. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. കാരണം അതിനുള്ളിൽ നല്ല രീതിയിൽ താമസമുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഒരു 1.5-2 മണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ ഉള്ളിൽ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അതോർത്ത് ഞങ്ങൾ നേരത്തെ തന്നെ കയറി. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, നമ്മുടെ ഇവിടെ പെട്ടെന്ന് തന്നെ ആക്കി കിട്ടുമല്ലോ. ഇത് ഡിയോറിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം വായി നോക്കിയിരുന്നു കേട്ടോ. എനിക്ക് ലിപ്സ്റ്റിക്ക് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല റേറ്റ് ആയിരുന്നു. അത്രയും റേറ്റ് ലിപ്സ്റ്റിക്ക് വേണ്ടാന്ന് കരുതി ചുമ്മാ ജസ്റ്റ് വായി നോക്കി എന്നിട്ട് പോന്നു. അങ്ങനെ ടൈമായി, ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണേ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണേ. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. കയറി പിന്നെ ഞങ്ങൾ വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ വീടെത്തി. മലേഷ്യൻ വ്ളോഗ് ഇവിടെ കൊണ്ട് തീരുകയാണേ. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.